കോഴിക്കോട് തിരുവമ്പാടി പുല്ലൂരാംപാറയിൽ വിദ്യാർത്ഥിയെ ആക്രമിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായയുടെ ആക്രമണത്തിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഇംതിയാസ്, ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങൾ, നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നതിലൂടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാവുകയാണ്. എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത്? അക്ഷയ, കഴിഞ്ഞ ദിവസമാണ് 5ാം ക്ലാസ്സുകാരനായ തിരുവമ്പാടി സ്വദേശിയായിട്ടുള്ള ജിസ്റ്റോൺ ബിനോയ്ക്കെതിരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാവുന്നത്. അതായത് ഈ 5ാം ക്ലാസ്സുകാരൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വാഹനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. സ്കൂൾ വാഹനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് തെരുവുനായ വന്ന് ഈ 5ാം ക്ലാസ്സുകാരൻ്റെ കൈക്കും കാലിനുമൊക്കെ വലിയ രീതിയിൽ കടിയേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. തൊട്ടടുത്ത് മറ്റു കുട്ടികളെയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്ന സ്ത്രീകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഇടപെടലിലൂടെയാണ് ഒരു വലിയ രീതിയിലുള്ള ആക്രമണത്തിൽ നിന്നും ഈ 5ാം ക്ലാസ്സുകാരനെ രക്ഷിക്കാനായത്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഗുരുതരമായ രീതിയിൽ തന്നെ ഈ നായയുടെ കടിയേറ്റ് ഈ 5ാം ക്ലാസ്സുകാരനെ പരിക്കേറ്റിട്ടുമുണ്ട്. പിന്നീട് ഈ നാട്ടുകാർ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ നായ ചത്തുകിടക്കുന്നതായിട്ട് പ്രദേശത്ത് കാണുന്നത്. ഉടനെ തന്നെ ഇത് വെറ്റിനറി അധികൃതരെ വിവരം അറിയിക്കുകയും പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് ഈ നായയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി മാറ്റുകയും ചെയ്തിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് അതിന്റെ ഫലം പുറത്തു വന്നത്. അതായത് ഈ നായയ്ക്ക് പേവിഷബാധയുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതോടുകൂടി ഇപ്പോൾ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് സ്ഥലത്തൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ പുല്ലൂരമ്പാറ ഭാഗത്തൊക്കെ നായയുടെ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പലതവണയായി പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ 5ാം ക്ലാസ്സുകാരനായിട്ടുള്ള ജിസ്റ്റോൺ ബിനോയ്ക്ക് തെരുവു നായയുടെ കടിയേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് പഞ്ചായത്ത് ഇപ്പോൾ അവിടെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അക്ഷയ.